കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ബിനീഷ് കിരൺ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ബിനീഷ് കിരൺ. ഗുഡ് ഈവനിംഗ്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന കരുത്തരുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്പെയിനും ക്രൊയേഷ്യയും തമ്മിൽ. സ്പെയിൻ നിരന്തരം കേൾക്കുന്ന ഒരു പഴിയുണ്ടല്ലോ, പാസ് നൽകുന്നു, കൂടുതൽ സമയം പന്ത് കാലിൽ നിർത്തുന്നു, പക്ഷേ ഗോൾ അടിക്കുന്നില്ല. അതിൽ നിന്നുള്ള ഒരു മോചനം അല്ലെങ്കിൽ മാറ്റം ഇന്നലത്തെ ഒരു പ്രകടനത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ ബിനീഷ്? എന്ത് തോന്നുന്നു? യെസ്, ഇന്നത്തെ ഒരു ഡ്രീം സ്റ്റാർട്ട് തന്നെയാണ് സ്പെയിനിന് കിട്ടിയിരിക്കുന്നത്. നേരത്തെ സുജയ പറഞ്ഞ പോലെ തന്നെ അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന പഴിയാണ് ഏറ്റവും കൂടുതൽ ബോൾ പൊസഷന് വേണ്ടി പൊസഷൻ നേടുക. പക്ഷെ ഇപ്രാവശ്യം അതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ബോൾ പൊസഷന്. എനിക്ക് തോന്നുന്നു 137 മാച്ചിന് ശേഷമാണ് അവര് ബോൾ പൊസഷനിൽ പിന്നിലേക്ക് പോകുന്നത് സ്പെയിൻ. അതായത് 2008 ജർമ്മനിയോടുള്ള ഫൈനലിന് ശേഷം, അന്ന് കപ്പ് ഉയർത്തിയിരുന്നു, യൂറോ കപ്പ്. അതിനുശേഷം ഏറ്റവും കുറവ് ബോൾ പൊസിഷൻ കളിച്ച ഒരു ഗെയിമായിരുന്നു ഇന്നലെ. പക്ഷെ അത് 3 ഗോളിന് ജയിക്കുകയും ചെയ്തു. സോ ടിക്കി ടാക്ക എന്ന ഒരു ഫുട്ബോൾ ഫോർമേഷനിൽ അവർ കളിച്ചു വന്നിരുന്നു. അതിനകത്ത് ഒരു മാറ്റം വരുത്തി ഇപ്പോൾ ചെറുപ്പക്കാര് ടീമിൽ വന്നിട്ടുണ്ട്. അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു. അവരെ പേസ് പരമാവധി ഉപയോഗിക്കാൻ കോണ്ടെ അവരുടെ കോച്ചിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവർക്ക് ആവശ്യം. വളരെ ചെറുപ്പക്കാരുള്ള ഒരു ടീം, വളരെ ടാലന്റായ കാലിബറുള്ള ഒരു ടീമാണ്. ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള മിഡ്ഫീൽഡേഴ്സ് ഉള്ള ഒരു ടീമിനെ എനിക്കൊന്ന് ക്രൊയേഷ്യയുടെ 3 മിഡ്ഫീൽഡേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രായം തന്നെ 100 വയസ്സിന് മുകളിലേക്ക് വരും. മോഡ്രിച്ച്, ക്രമാരിച്ച്, അതുപോലെ തന്നെ ബ്രോസോവിച്ച് 350 മാച്ചുകൾ ഇവർ കളിച്ചിട്ടുണ്ട്. ആ ടീമിനെയാണ് ഈ ചെറുപ്പക്കാരുടെ ടീം 3 ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതും ആദ്യ പകുതിയിൽ തന്നെ 3 ഗോള് കണ്ടെത്തിയിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ വെൽ സ്റ്റാർട്ട് ഫോർ സ്പെയിൻ. ഈ ക്രൊയേഷ്യക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? അവരുടെ കാലിന്റെ കരുത്ത്, വേഗം, അതൊക്കെ ഒന്ന് ചോർന്നു പോകുന്നതാണോ നമ്മൾ കാണുന്നത്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ ഒരുപക്ഷെ സ്പെയിന്റെ ഗോൾ കീപ്പർ മികച്ച ഫോമിലായിരുന്നു. സിമോൺ ഒരു പെനാൾട്ടി പോലും തടുത്തിട്ടിരുന്നു. അതുമാത്രമല്ല, നിർണായക സേവുകൾ അവർ നടത്തിയിട്ടുണ്ട്. ആദ്യ പകുതിയിലേക്ക് ഈക്വല് തന്നെ ആയിരുന്നു മാച്ച്. എന്താ പറയാ, നിർഭാഗ്യം കുറച്ച് ക്രൊയേഷ്യയുടെ ഭാഗത്ത് നിന്ന്. എന്നിരുന്നാൽ പോലും ഈ ടീമിന്റെ പ്രായം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ കുറച്ച് സീനിയർ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോച്ചിന് ഡാലിച്ചിന് ഒരല്പം പിടിപ്പുകേടെന്നല്ല പറയാ, അല്പം ടീം ഫീൽഡ് ചെയ്യുന്നത് തന്നെ അല്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതായിട്ടാണ് എനിക്ക് കണ്ടത്. കാരണം മറുവശത്ത് പെഡ്രിയും റോഡ്രിയും റൂയിസും ഒക്കെ വളരെ ചെറുപ്പക്കാരാണ്. യമേല്, അതുപോലെ തന്നെ വില്യം. യമേലാണെങ്കിൽ 17 വയസ്സ്, ഇടത് സൈഡിലാണെങ്കിൽ നിക്കോ വില്യംസ് 21 വയസ്സ്. അപ്പൊ വളരെ ചെറുപ്പക്കാരുള്ള ഒരു ടീമിന്റെ എതിരെയാണ് അവർ കളിച്ചത്. ആ ചെറുപ്പക്കാരുടെ ആ പേസും സ്ട്രെങ്ത്തും പരമാവധി ഉപയോഗപ്പെടുത്താൻ സ്പാനിഷ് സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറിയ പാസുകളിൽ നിന്ന് കളം വാഴുന്ന ടിക്കി ടാക്കയിൽ നിന്നൊക്കെയുള്ള മാറ്റം അവർക്കൊരു അഡ്വാൻറ്റേജ് നൽകിയത് നമ്മൾ കണ്ടു. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി വിജയത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ യൂറോ കപ്പിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗമേറിയ ഒരു ഗോളൊക്കെ ആയി അൽബേനിയ ഒന്ന് ഞെട്ടിക്കുകയും ചെയ്തു 23-ാം സെക്കൻഡിൽ. യൂറോ കപ്പ് ജയിച്ചതിന് ശേഷം ഫൈനലിസ്മയിൽ അർജന്റീനയോട് തോറ്റു. കഴിഞ്ഞ ലോകകപ്പിന് യോഗ്യത നേടാൻ പോലും ഇറ്റലിക്ക് കഴിഞ്ഞില്ല. ആ ക്ഷീണമെല്ലാം തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് പിന്നീട് അങ്ങോട്ട് ഇറ്റാലിയൻ താരങ്ങളിൽ കണ്ടതായി തോന്നുന്നത്. ഇന്നലത്തെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് ബിനീഷ് വിലയിരുത്തുന്നത്? എക്സാക്ട്ലി, സുജയ പറഞ്ഞത് തന്നെയാണ്. പെലേറ്റി ഒരു 10 മാച്ച് മാത്രമേ ഇതിന് മുന്നിൽ കിട്ടിയിട്ടുള്ളൂ ഇറ്റാലിയൻ ടീമിന്റെ കോച്ചായി വന്നതിന് ശേഷം. ആ മാച്ചുകളും അത്ര മികച്ചതായിരുന്നില്ല. എന്നാലും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റാർട്ട് എന്ന് പറയാം. 23 സെക്കൻഡിൽ ഗോള് കൺസീഡ് ചെയ്യുന്നു. കഴിഞ്ഞ ലോകകപ്പ് കളിക്കുന്നില്ല. അത്ര നല്ല ഒരു പ്രീവിയസ് ഹിസ്റ്ററി വരുന്നില്ല ഇതിന് മുന്നേ ഫ്രണ്ട്ലി മാച്ചസിലൊന്നും. 23 സെക്കൻഡിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നു. അതിനുശേഷം സുജയ പറഞ്ഞ വാക്ക് തന്നെ, ആ വ്യഗ്രത, അത് അവരുടെ ഫീൽഡിൽ കാണാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം ഇറ്റാലിയൻ ഫുട്ബോൾ കുറച്ച് കാലം മുന്നേ വരെ ഒരു ഡിഫൻസീവ് ഫുട്ബോൾ ആണ് കളിച്ചുകൊണ്ടിരുന്നത്. ഡിഫൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടഫ് ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ യൂറോ കപ്പ് തൊട്ട് അവരുടെ ഒരു ടോട്ടൽ ഫുട്ബോളിലേക്ക്, ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് അവർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ വളരെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. ബരേല നമുക്കറിയാം മികച്ച ഒരു മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഗോൾ കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല ഈ ടീമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതില് 11 പേര് ഫസ്റ്റ് ലെവലിൽ കളിച്ചതില് 9 പേരും ഇറ്റാലിയൻ ലീഗിൽ തന്നെ കളിക്കുന്നവരാണ്. ആ ഒരു ഒത്തൊരുമ അവർക്ക് ആ ടീമിൽ ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് 2 പേര്, അതായത് ഗോൾ കീപ്പറും അതോടൊപ്പം തന്നെ ജോർജീനോ, ഈ 2 താരങ്ങൾ മാത്രമേ പുറത്ത് ലീഗിൽ കളിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഇറ്റാലിയൻ ലീഗിൽ തന്നെ കളിക്കുന്നതാണ്. ആ ഒരു ഒത്തൊരുമ ഇന്നലത്തെ ആ ടീമിലും കാണാൻ സാധിച്ചത്. ഓക്കെ, കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ബിനീഷ് കിരണാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനീഷ്, തുടരുക. നമുക്ക് ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ട് അതേക്കുറിച്ച് കൂടി ഒന്ന് വിലയിരുത്താം. യൂറോ കപ്പിൽ ഇന്നും 3 മത്സരങ്ങളുണ്ട്. നെതർലൻഡ്സും പോളണ്ടും തമ്മിലാണ് ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം. 2ാം മത്സരത്തിൽ ഡെൻമാർക്ക് സ്ലൊവേനിയയെ നേരിടും. കരുത്തരായ ഇംഗ്ലണ്ടും ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. സെർബിയയാണ് എതിരാളി.
ലൂക്സംബർഗിൽ ഓറഞ്ച് വസന്തം വിരിയുമോ? മിണ്ടാട്ടം മുട്ടിക്കുമോ പോളണ്ട്? ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കളായ നെതർലാൻഡ്സ്. സുവർണകാലത്തിന്റെ മടങ്ങിവരവിന് കാത്തിരിക്കുന്ന ആരാധകർ. താരങ്ങളുടെ പരിക്കാണ് ഡച്ച് പരിശീലകൻ നേരിടുന്ന വെല്ലുവിളി. ഫ്രങ്കി ഡിയോങ് അടക്കമുള്ളവർക്ക് പരിക്ക് യൂറോ നഷ്ടമാക്കി. മറുവശത്ത് പോളിഷ് ക്യാപ്റ്റൻ റോബർട്ട് ലെവൻഡോവിസ്കിക്കും പരിക്കാണ്. ഇന്ന് കളിക്കില്ല. ഓസ്ട്രിയക്കെതിരെ നായകൻ കളത്തിലെത്തുമെന്ന് പ്രതീക്ഷ. ഒരു പ്രധാന ടൂർണമെന്റിൽ ആദ്യമായാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. 6:30 കളി തുടങ്ങും. ഡെൻമാർക്ക് സ്ലൊവേനിയ. കഴിഞ്ഞ യൂറോയിൽ നെഞ്ചുവേദനയെ തുടർന്ന് മൈതാനത്ത് പിടഞ്ഞു വീണ ക്രിസ്ത്യൻ എറിക്സൺ ഒരിക്കൽ കൂടി ഡെൻമാർക്കിന്റെ ജേഴ്സിയിൽ യൂറോ മൈതാനത്ത് ഇറങ്ങുന്നു. ആരെയും വീഴ്ത്താൻ ശക്തിയുള്ളവർ. ഡാനിഷ് സംഘം വിജയ തുടക്കം ലക്ഷ്യമിടുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ കീപ്പർ ജാൻ ഒബ്ലാക്കിന്റെ നേതൃത്വത്തിലാണ് സ്ലൊവേനിയ വരുന്നത്. 21-കാരൻ ബെഞ്ചമിൻ സെസ്കോ, 36-കാരൻ ജോസിഫ് ലിസിച്ച്. യുവത്വവും പരിചയസമ്പത്തും ഒരുമിക്കുന്ന സംഘം. ഇന്ത്യൻ സമയം രാത്രി 9:30 സ്റ്റുട്ട്ഗർട്ടിലാണ് മത്സരം. കഴിഞ്ഞ തവണ കലാശപ്പോരിൽ കൈവിട്ട കിരീടം പിടിച്ചെടുക്കാൻ കച്ചകെട്ടുന്ന ഇംഗ്ലണ്ട്. 3 ലയൺസിന് യൂറോ കപ്പ് ഇതുവരെ കിട്ടാക്കനിയാണ്. ഇത്തവണ കിരീട സാധ്യതകളിൽ ഏറ്റവും മുന്നിലാണ് ഇംഗ്ലീഷ് സംഘം. പ്രീമിയർ ലീഗിൽ പയറ്റിത്തെളിഞ്ഞവർ ഗരത്ത് സൗത്ത്ഗേറ്റൻ പരിശീലകനൊപ്പം ഒരുമിച്ച് അണിനിരക്കുന്നു. എതിരാളികൾ സെർബിയ. പണ്ട് സെർബിയ ആൻഡ് മോണ്ടിൻഗ്രോ ആയിരുന്ന കാലത്ത് യൂറോ കളിച്ചതാണ് അവർ. സെർബിയ ആയതിനു ശേഷം ഇത് ആദ്യം. യൂറോ കപ്പിലെ കന്നി അംഗം. അപകടകാരികളായ മുന്നേറ്റക്കാർ. ടീമിലെ ഒത്തിണക്കം. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സെർബിയ. രാത്രി 12:30 മത്സരം. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ. ബിനീഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിനീഷ്, ഇന്നത്തെ മത്സരങ്ങളിൽ 2 ടീമുകളെ കുറിച്ച് എടുത്ത് ചോദിക്കാതെ കഴിയില്ല. നമുക്ക് ആദ്യത്തെ മത്സരത്തിലേക്ക് 6:30 തുടങ്ങുന്ന ആദ്യ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെതർലൻഡ്സിന്റെ മുന്നിൽ അല്ലെങ്കിൽ നെതർലൻഡ്സിന്റെ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിനീഷ് ഇട്ടുനോക്കുന്നത് ആരിലേക്കായിരിക്കും? നെതർലാൻഡ്സ് നമുക്കറിയാം എന്റെ ഏറ്റവും ഫേവറേറ്റ് ടീമാണ് കേട്ടോ, സത്യം പറയാം. പക്ഷെ ഈ യൂറോയില് എനിക്ക് അതിന് വലിയ സാധ്യതയൊന്നും ഞാൻ കൽപ്പിക്കുന്നുണ്ടെങ്കിലും എന്റെ ഇഷ്ടപ്പെട്ട ടീം നെതർലാൻഡ്സ് ആണ്. മെംഫിസ് ഡീപേ അവരുടെ ഫോർവേഡിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈലിനനുസരിച്ചിട്ടുള്ള ഒരു പ്രകടനം നമുക്ക് മേജർ ടൂർണമെന്റ്സിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു പോളണ്ടില് നെതർലാൻഡ്സിന് തന്നെയാണ് അപ്പർ ഹാൻഡ്. അവർ ജയിക്കും തന്നെ വിചാരിക്കാം. പക്ഷേ നമുക്ക് സുജയ എനിക്ക് തോന്നുന്നു നെക്സ്റ്റിലേക്ക് കടക്കാൻ തോന്നുന്നില്ല. ഇംഗ്ലണ്ട് സെർബിയ ആയിരിക്കും സുജയ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ അതായത് കളി നിരീക്ഷിക്കുന്ന പണ്ഡിതർ എല്ലാവരും പറയുന്നത്, എനിക്കിതേക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഒരു സാധ്യതകളാണ്. അതിൽ തന്നെ ഇംഗ്ലണ്ട് നിരയിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം, റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡർ. യൂറോ കപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റയൽ മാഡ്രിഡിന് വേണ്ടി 26 മത്സരങ്ങളിൽ 18 ഗോൾ നേടിയ ജൂഡിനെയാണ് എന്ന് പറയുന്നുണ്ട്. ദേശീയ ജേഴ്സിയിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ജൂഡ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒരു സാധ്യതകൾ എല്ലാവരും യൂറോ കപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലായി എടുത്തു പറയുകയാണ്. അത്രയ്ക്ക് മികച്ച പെർഫോമൻസിലൂടെയാണോ കടന്നു പോകുന്നത്? ഈ സീസൺ അവർക്കുള്ളതായിരിക്കും. യെസ്, നമുക്ക് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ട് എല്ലാ മേജർ ടൂർണമെന്റ്സ് വരുമ്പോൾ, യൂറോ കപ്പ്, വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിന് ഒരുപാട് ആരാധകരുണ്ട്. മാത്രമല്ല വളരെയധികം പ്രതീക്ഷ വെക്കുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷെ ആ പ്രതീക്ഷക്കത്ത് ഉയരാറില്ല ഇംഗ്ലണ്ട് ടീം. പക്ഷെ ഇപ്രാവശ്യത്തെ ടീം ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെയാണ് ഞാനും തോന്നുന്നത്. കാരണം വളരെ മികച്ച ഫോമിലുള്ള ഒരുപടി യുവതാരങ്ങൾ. മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ആണെങ്കിൽ ജർമ്മനിയിലാണ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഒരുപക്ഷെ വേൾഡിൽ തന്നെ ഏറ്റവും ഫോമിലുള്ള ഒരു സ്ട്രൈക്കറാണ് ഹാരി കെയ്ൻ. അദ്ദേഹം ഇന്ന് ടീമിനൊപ്പം ഉണ്ട്. സാക്ക, അതുപോലെ ഫോഡൻ, അങ്ങനെ 2 വിങ്ങേഴ്സ് ഉണ്ട്. ഡക്ലാൻ റൈസ് എന്ന് പറഞ്ഞ മികച്ച ഒരു മിഡ്ഫീൽഡേഴ്സ്, കാലഗാർ, ബെല്ലിംഗ്ഹാം, മികച്ച ഒരു ടീമാണ്. ആകെ അവർക്ക് ഒരു പ്രശ്നം വരുന്നത് ഡിഫൻസിൽ, അതായത് സെൻട്രൽ ഡിഫൻസിലാണ് അവർക്കൊരു പ്രശ്നം വരുന്നത്. അത് പ്രശ്നം തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്നാലും ഒന്നടിച്ചാൽ 2 തിരിച്ചടിക്കാനുള്ള ഒരു ടീം ഇംഗ്ലണ്ടിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല അവര് വേൾഡ് റാങ്കിങ്ങിൽ ഇപ്പോൾ 4ാം സ്ഥാനത്താണുള്ളത്. സെർബിയ ആണെങ്കിൽ, ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് സെർബിയ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു വലിയൊരു ഭീഷണി കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ യൂറോ കപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ തന്നെ ഇറ്റലിക്ക് വലിയൊരു ഭീഷണി നൽകാൻ സാധിച്ചു, അൽബേനിയക്ക്. അതുപോലെ തന്നെ എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ്. സോ
അപ്പർ ഹാൻഡ് ഇംഗ്ലണ്ട് തന്നെയാണ്. ഞാൻ ഈ ടൂർണമെന്റിലെ ഒരു ഫൈനൽ വരെ പ്രതീക്ഷിക്കുന്ന ടീം കൂടിയാണ് ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രതീക്ഷ പോലെ ഇരിക്കട്ടെ. ഒപ്പം ബിനീഷിന്റെ ഫേവറേറ്റ് ടീം നെതർലൻഡ്സും നന്നായി കളിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്.